ഹാഡിയേഴ്സ് നമ്മളിന്ന് പറയുന്നത് ഒരു സ്കോളർഷിപ്പിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അതായത് നിങ്ങൾ ഇന്ത്യയിലെ ഏതെങ്കിലും IITസിലോ IIMSലോ IISCയിലോ IMSCയിലോ ആണ് പഠിക്കുന്നതെങ്കിൽ കോഴ്സുകൾ, അതിപ്പോൾ UG കോഴ്സുകളാവാം PG കോഴ്സുകളാവാം ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു 50,000 രൂപ വരെ സ്കോളർഷിപ്പ് കിട്ടാനുള്ള ഒരു ഇതാണ് നമ്മളിന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് മൈനോറിറ്റി വെൽഫെയർ കൊടുക്കുന്ന ഒരു സ്കോളർഷിപ്പാണ്. സോ മൈനോറിറ്റി കാറ്റഗറി പെട്ട ക്രിസ്ത്യൻ, ഇസ്ലാം അല്ലെങ്കിൽ മുസ്ലിം, സിഖ്, ജൈന, പാഴ്സി, ബുദ്ധ വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്കാണ് ഈ ഒരു സ്കോളർഷിപ്പ് കിട്ടുന്നത്. അപ്പോൾ അതിനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ്, ഏതൊക്കെ കോഴ്സുകളാണെന്ന് നമുക്കൊന്ന് നോക്കാം. നിങ്ങളിപ്പോൾ BTech ആണെങ്കിൽ, ഇപ്പോൾ ഡിഗ്രിയോ അല്ലെങ്കിൽ BEയോ BTechോ ആണ് എങ്കിൽ പഠിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമില്ല. നിങ്ങൾക്ക് 55% മാർക്ക് ഉണ്ടാവണമെന്ന് മാത്രമേ ഉള്ളൂ, അത് നിങ്ങൾക്ക് കൊടുക്കാം കേട്ടോ. ഇനി IITസിലും IIMലും 2 വർഷത്തെ ബിരുദാനന്തര ബിരുദമാണ് പഠിക്കുന്നതെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാം കേട്ടോ. അത് ഇപ്പോൾ ഫസ്റ്റ് ഇയർ കൊടുത്തില്ല എങ്കിൽ നിങ്ങൾക്ക് സെക്കൻഡ് ഇയർ കൊടുക്കാം. ഫസ്റ്റ് ഇയർക്ക് കൊടുത്ത് പൈസ കിട്ടിയവർക്ക് വീണ്ടും കൊടുക്കാൻ പാടില്ല. ഫസ്റ്റ് ഇയർ അപ്ലൈ ചെയ്തു കിട്ടിയില്ലെങ്കിൽ വീണ്ടും അപ്ലൈ ചെയ്യാൻ കുഴപ്പമില്ല. അതല്ല, നിങ്ങൾ ഇതുവരെ അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിലും ഇപ്പോൾ അപ്ലൈ ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ IMSCയിൽ നിങ്ങളിപ്പോൾ 5 വർഷത്തെ കോഴ്സാണെങ്കിൽ നിങ്ങളിപ്പോൾ ഈ 5 വർഷത്തിലോ ഫസ്റ്റ് ഇയറോ സെക്കൻഡ് ഇയറോ തേർഡ് ഇയറോ ഫോർത്ത് ഇയറോ ഫിഫ്ത്ത് ഇയറോ ആണെങ്കിൽ ഏത് വർഷമാണെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഒരു കാര്യം കൂടി പറയുവാണ്, നിങ്ങൾ ഏതെങ്കിലും ഒരു വർഷം ഈ സ്കോളർഷിപ്പ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും സ്കോളർഷിപ്പ് വാങ്ങരുത്. ഇത് ഒരു പ്രാവശ്യമായിട്ട് കിട്ടുന്ന ഒരു സ്കോളർഷിപ്പാണ്. 50,000 രൂപ എമൗണ്ട് എന്ന് പറയുന്നത് ഈ ഒരു കോഴ്സിനായിട്ട് തരുന്നൊരു എമൗണ്ടാണ്. സോ നിങ്ങളിപ്പോൾ ഫസ്റ്റ് ഇയർ അപേക്ഷിച്ച് കിട്ടിയവരാണെങ്കിൽ വീണ്ടും ഈ ഒരു സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യരുത്. അതുമല്ല, നിങ്ങൾ ഈ ഫിഫ്ത്ത് ഇയറിൽ ഇതുവരെ അപ്ലൈ ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ അപ്ലൈ ചെയ്യാം, നിങ്ങൾക്ക് അത് കൊടുക്കാവുന്നതാണ്. പിന്നെ എപ്പോഴും നമ്മൾ പറയുന്ന പോലെ മുൻഗണന നമ്മുടെ വരുമാനം കുറവും നല്ല മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ 8 ലക്ഷം രൂപ വരുമാനം വരെയുള്ള കുട്ടികൾക്ക് ഇത് കൊടുക്കാവുന്നതാണ് കേട്ടോ. BPLക്കാർക്കാണ് കൂടുതൽ സാധ്യത. പക്ഷേ നിങ്ങൾ BPL അല്ല എന്ന് പറഞ്ഞിട്ട് കൊടുക്കാതിരിക്കരുത്, കാരണം വളരെ നമ്പർ ഓഫ് കുട്ടികൾ മാത്രമാണ് ഉണ്ടാവുള്ളൂ. നമ്മൾ അത് കഴിഞ്ഞിട്ട് വരുമാനം കൂടുതലുള്ളവരെ പരിഗണിക്കുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിൽ 50% സ്കോളർഷിപ്പ് പെൺകുട്ടികൾക്കായിട്ട് പ്രത്യേകം സംവരണം ചെയ്തേക്കുന്ന ഒരു സ്കോളർഷിപ്പാണ്. ഇനി അങ്ങനെയുള്ള കുട്ടികളില്ല എങ്കിൽ ആ ഒരു ഇതും കൂടി ആൺകുട്ടികൾക്കായിട്ട് തന്നെ കൊടുക്കുന്നതാണ് കേട്ടോ. ഇനി 50,000 രൂപയാണ് സ്കോളർഷിപ്പിൻ്റെ എമൗണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ഏതെങ്കിലും വകുപ്പിൽ നിന്ന് ഈ ഒരു അക്കാദമിക് ഇയറിൽ ഈ ഒരു IIT അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കോഴ്സുകൾക്ക് വേണ്ടി സ്കോളർഷിപ്പ് വാങ്ങിയിട്ടുള്ളവരും കൊടുക്കാൻ പാടില്ല കേട്ടോ. ഓക്കെ, ഇനി നിങ്ങൾക്ക് നാഷണലൈസ്ഡ് ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടായിരിക്കണം. ഓക്കെ, ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് December 5 ആണ് കേട്ടോ. എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പറയാം. December 5 വരെ ഇപ്പോൾ നിലവിൽ ലേറ്റ് ഉള്ളൂ. നിങ്ങൾ വേണമെങ്കിൽ വെബ്സൈറ്റിലൊന്ന് കയറി നോക്കാം കേട്ടോ. ചിലപ്പോൾ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യും. സാധാരണ January ഒക്കെ ഫസ്റ്റ് വീക്ക് വരെയൊക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ December 5 കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ കാണണമെങ്കിൽ നിങ്ങളൊന്ന് നോക്കുക. അതല്ല അതിന് മുമ്പ് കാണുകയാണെങ്കിൽ ആസ് സൂൺ ആസ് പോസിബിൾ എല്ലാ കാര്യങ്ങളും ചെയ്ത് വെച്ചേക്കാം കേട്ടോ. ഇനി നിങ്ങൾ ഈ നമ്മൾ മൈനോറിറ്റി വെൽഫെയറിൻ്റെ സ്കോളർഷിപ്പുകളുടെ കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ. ഇത് നമ്മൾ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് അത് അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് ഇതിൽ കുറച്ച് സർട്ടിഫിക്കറ്റുകൾ പറയുന്നുണ്ടാവും. ആ സർട്ടിഫിക്കറ്റ് നേരിട്ടോ അല്ലെങ്കിൽ തപാലിലോ ഈ പറയുന്ന അഡ്രസ്സ് താഴെ പറയാം, അതിൽ എത്തിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ കോഴ്സുകളും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. മാസ്റ്റർ ഓഫ് സയൻസ് IIT കോഴ്സിൻ്റെ കാര്യങ്ങൾ പറഞ്ഞേക്കുന്നത്. മാസ്റ്റർ ഓഫ് സയൻസ് അതിൻ്റെ എലിജിബിലിറ്റി ആയിട്ട് പറയുന്നത് IIT സ്റ്റഡിയിങ് സ്റ്റുഡൻസ് വിത്ത് മിനിമം 50% ഓഫ് മാർക്ക് ഇൻ ഡിഗ്രി ഓർ ക്വാളിഫയിങ് എക്സാമിനേഷൻ എന്നുള്ളതാണ്. അപ്പോൾ അതുപോലെ ഓരോ കോഴ്സിൻ്റെയും ഇവിടെ പറയുന്നുണ്ട് കേട്ടോ. ഒരുവിധം ഇപ്പോൾ PhD ഇൻ്റഗ്രേറ്റഡ് കോഴ്സുകളൊക്കെ ആണെങ്കിലും ഇതിനിപ്പോൾ കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു 5 വർഷത്തെ കോഴ്സാണെങ്കിലും ഒക്കെ ഏതെങ്കിലും ഒരു ഇയർ നിങ്ങൾക്ക് ഇത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഫസ്റ്റ് ഇയർ തന്നെ കൊടുത്തില്ല അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഫിഫ്ത്ത് ഇയർ ആയപ്പോഴാണ് നിങ്ങൾ അറിയണമെങ്കിൽ ഇപ്പോൾ കൊടുക്കാം, ഒരു കുഴപ്പമില്ല കേട്ടോ. പിന്നെ MBA ഒക്കെ ആണെങ്കിലും അങ്ങനെയുള്ളവർക്കും കൊടുക്കാം. എല്ലാവർക്കും എമൗണ്ട് സെയിം ആണ്. 50,000 ആണ് ആ ഒരു സ്കോളർഷിപ്പിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് കേട്ടോ. ഇനി നിങ്ങൾക്ക് ഈ കോഴ്സ് ഡീറ്റെയിൽസ് അറിയണം എന്നുണ്ടെങ്കിൽ വെബ്സൈറ്റിൽ ഇതിൻ്റെ PDF ഉണ്ട്. ആ PDFൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഏതൊക്കെ കോഴ്സുകളാണ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് ആ ഒരു അപേക്ഷയോടൊപ്പം അപ്പോൾ ആ അപേക്ഷയിൽ നിങ്ങൾ മുകളിൽ ഫോട്ടോ ഒട്ടിക്കണം കേട്ടോ, അത് മറന്നു പോകരുത്. പിന്നെ SSLC +2 അല്ലെങ്കിൽ ഡിഗ്രി BA ഏതാണോ, ഏതൊക്കെ നിങ്ങൾ എക്സാമുകൾ ഇതായിട്ടുണ്ടോ അതുവരെയുള്ള മാർക്ക് ലിസ്റ്റിൻ്റെ കോപ്പി കൊടുക്കണം. പിന്നെ നിങ്ങൾ ഇപ്പോൾ പറയുന്ന IIMലോ IITയിലോ IISCയിലോ എവിടെയാണോ നിങ്ങൾ അഡ്മിഷൻ എടുത്തേക്കുന്നത് അത് തെളിയിക്കുന്ന രേഖകൾ, ലൈക്ക് അഡ്മിറ്റ് കാർഡ്, നിങ്ങൾ ഫീസ് കൊടുത്തതിൻ്റെ രസീത്, ID കാർഡിൻ്റെ കോപ്പി, അങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ വെക്കണം. പിന്നെ നിങ്ങളുടെ പാസ്ബുക്ക് അതിൻ്റെ കോപ്പി, ഫസ്റ്റ് പേജിൻ്റെ കോപ്പി, ലൈക്ക് IFSC കോഡും എല്ലാമുള്ള ആ ഒരു കോപ്പി അതിൻ്റെ കൂടെ വെക്കണം.
പിന്നെ നേറ്റിവിറ്റി പ്രൂഫിനായിട്ട് നമുക്ക് SSLC സർട്ടിഫിക്കറ്റ്, പ്ലേസ് ഓഫ് ബർത്ത് ഇൻസൈഡ് കേരള പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മതിയാവും. അല്ലെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കാം. ഇനി അത് രണ്ടും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വില്ലേജ് ഓഫീസിൽ നിന്നുള്ള നേറ്റിവിറ്റി പ്രൂഫ് കൊടുക്കാം കേട്ടോ. ഇനി ആധാർ കാർഡിൻ്റെ കോപ്പി വേണം. കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, അതായത് OBC NCL ആണെങ്കിൽ അല്ലെങ്കിൽ മൈനോറിറ്റി സർട്ടിഫിക്കറ്റോ ഏതാണെങ്കിലും മതി. നിങ്ങൾ മൈനോറിറ്റി ആണ് എന്ന് പ്രൂഫ് ചെയ്യാനുള്ള സർട്ടിഫിക്കറ്റ്. അതിൽ തന്നെ മിക്കവാറും ഇൻകം പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അത് തന്നെ ഇൻകം സർട്ടിഫിക്കറ്റിനായിട്ട് മതി. അതല്ലെങ്കിൽ നിങ്ങൾ ഇൻകം സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസിൽ നിന്നും വാങ്ങി നൽകണം. പിന്നെ റേഷൻ കാർഡിൻ്റെ കോപ്പി, അതായത് BPL ആണോ APL ആണോ എന്നറിയാൻ വേണ്ടിയാണ് റേഷൻ കാർഡിൻ്റെ കോപ്പിയും കൂടി വച്ചേക്കുക കേട്ടോ. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു അപേക്ഷയുണ്ടല്ലോ, അപ്പോൾ ഈ ഒരു അപേക്ഷ നിങ്ങൾ ഡിസംബർ 5-നകം ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് 4-ാം നില വികാസ് ഭവൻ തിരുവനന്തപുരം 33 എന്ന വിലാസത്തിൽ നിങ്ങൾ എത്തിക്കേണ്ടതാണ് കേട്ടോ. അത് നിങ്ങൾ നേരിട്ട് വേണമെങ്കിൽ എത്തിക്കാം, അല്ലെങ്കിൽ പോസ്റ്റ് വഴി എത്തിക്കാം, എങ്ങനെ വേണമെങ്കിലും എത്തിക്കാം. പക്ഷേ മെയിൽ വഴി അവർ അപേക്ഷ എടുക്കില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ അതിൻ്റെ പ്രിൻ്റ് ഔട്ട് ഉണ്ടല്ലോ, ഇപ്പോൾ വെബ്സൈറ്റിൽ ഇപ്പോൾ ഞാൻ കാണിച്ചു തരാതെ എവിടെയാണ് എടുക്കുന്നത് എന്നുള്ളത്, ഇതുപോലെ ഒരു ഫോമാണ്. ഇത് വേണമെങ്കിൽ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് ഫില്ല് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ നെറ്റിൽ തന്നെ ഫില്ല് ചെയ്തിട്ട് അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. എന്നിട്ട് ഈ ഒരു ഇതാണ് ഫോം എന്ന് പറയുന്നത്. ഈ ഫോമും ഇതിൽ നിങ്ങളുടെ ഒപ്പിടാനുണ്ട്. അപ്പോൾ ആ ഒപ്പൊക്കെ ഇട്ടിട്ട് ഈ പറഞ്ഞ പോലെ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഡയറക്റ്റായിട്ട് എത്തിക്കുക കേട്ടോ. വെബ്സൈറ്റ് കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. ഈ PDF ആ വെബ്സൈറ്റിലുണ്ട്. അപ്പോൾ നിങ്ങൾ എടുത്തിട്ട് കറക്റ്റായിട്ട് ഒന്നും കൂടി വായിച്ചു നോക്കുക കേട്ടോ. ഇവിടെ ഈ ന്യൂസ് ആൻഡ് അപ്ഡേറ്റ്സ് എന്ന് പറഞ്ഞ് പോകുന്നുണ്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ആപ്ലിക്കേഷൻ ആർ ഇൻവൈറ്റഡ് IIT എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. അതിൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഈ PDF നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് കിട്ടും. സോ നിങ്ങൾക്ക് ഇതിലെല്ലാ കാര്യങ്ങളും എവിടെയാണ് ഏതൊക്കെ കോഴ്സുകൾ എവിടെയൊക്കെ പഠിക്കുന്നവർക്ക് ഈ സ്കോളർഷിപ്പ് ഉണ്ട് എന്നുള്ള ഡീറ്റെയിൽസൊക്കെ ഉണ്ട് കേട്ടോ. വെബ്സൈറ്റ് വേറെ ഒന്നുമില്ല. നിങ്ങൾ ജസ്റ്റ് മൈനോറിറ്റി വെൽഫെയർ എന്നുള്ള സ്കോളർഷിപ്പ് അടിച്ചു കൊടുത്താലും ഈ ഒരു scholarship.minorityWelfare.kerala.gov.in എന്നുള്ള വെബ്സൈറ്റിലെത്തും. പിന്നെ ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും സ്കോളർഷിപ്പുകളെ പറ്റി ഇതിൽ അറിയണം എന്നുണ്ടെങ്കിൽ ഇവിടെ ലൈക്ക് ആക്റ്റീവായിട്ടുള്ള സ്കോളർഷിപ്പുകൾ എല്ലാം ഇപ്പോൾ അവർ റണ്ണിങ്ങിൽ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് നോക്കിയിട്ട് നിങ്ങൾക്കോ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ആർക്കെങ്കിലും ഒട്ടുമിക്ക സ്കോളർഷിപ്പുകളും നമ്മളിപ്പോൾ ചെയ്തിട്ടുണ്ട്. BGMSൻ്റെ സ്കോളർഷിപ്പിൻ്റെ ചെയ്തിട്ടുണ്ട്. അതായത് 10th-ലും 12th-ലും അല്ലെങ്കിൽ ഏത് ഡിഗ്രിക്കൊക്കെ മാർക്കുകളൊക്കെ കിട്ടിയേക്കണം കുട്ടിക്ക്. 10th 12th ആണെങ്കിൽ A+, ഡിഗ്രിക്കാണെങ്കിൽ 80%, PGക്കാണെങ്കിൽ 75% ഒക്കെ മാർക്ക് കിട്ടിയവർക്ക് 10,000 രൂപയൊക്കെ ഒരു ഇതൊക്കെ ആയിട്ടുള്ള സ്കോളർഷിപ്പുകളുണ്ട്. അങ്ങനെയുള്ള പല സ്കോളർഷിപ്പുകളും. ഇനിയിപ്പോൾ ഇതിൽ CH മുഹമ്മദ് കോയ സ്കോളർഷിപ്പ് മാത്രമാണ്, ഉറുദു സ്കോളർഷിപ്പും സിവിൽ സർവീസ് ഫീ റീഇംബേഴ്സ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സ്കോളർഷിപ്പുണ്ട്. അതൊക്കെയാണ് ഇനി ആക്റ്റീവ് ആവാനുള്ളത്. സോ ആക്റ്റീവ് ആയി കഴിയുമ്പോൾ അവർ റെഡ് ലൈനിൽ ഇങ്ങനെ കാണിക്കും. സോ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്താൽ ആ സ്കോളർഷിപ്പിൻ്റെ ഇൻസ്ട്രക്ഷനും ഒക്കെ അതിൽ അറിയാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ നോക്കുക, ഇതനുസരിച്ചിട്ട് അപ്ലൈ ചെയ്യുക. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ PDF-ൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ആ ഒരു ഫോമും ഉണ്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് പെൻ വെച്ചിട്ട് ഫില്ല് ചെയ്തിട്ട് അത് ഈ പറഞ്ഞ കാര്യങ്ങളായിട്ട് കൂടെ വെച്ചിട്ട് അഡ്രസ്സിൽ അയച്ചു കൊടുത്താൽ മതി കേട്ടോ. ടേക്ക് കെയർ, സ്റ്റേ ബ്ലെസ്ഡ്. താങ്ക് യു.